ഫസ്റ്റ് ഡിസ്ക്ലൈമർ ആണ്, ഇത് ഫണ്ണായിട്ട് മാത്രം കണ്ടാൽ മതി. ഈ വീഡിയോക്കകത്ത് ഒരു കണ്ടന്റും ഇല്ല, ഒരു മാങ്ങാണ്ടിയും ഇല്ല. അപ്പോൾ താല്പര്യമുള്ളവർ ഒരു രസമായിട്ട് കാണണമെന്നുള്ളവർ ഇദ്ദേഹത്തിനെ ഇച്ചിരി ചിരിച്ച മുഖത്തോടെ കാണണം എന്നുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അഭിലാഷ് അവനെ നമുക്ക് ഇന്ന് അവനെ കുറിച്ചിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ആ പുള്ളിക്കാരൻ ഇപ്പോൾ പലതരത്തിൽ ആൾക്കാർ വെറുപ്പിക്കുന്നുണ്ട്. രേണു വെറുപ്പിച്ചാണ് ഇത്ര സംഭവിച്ചു. യുവ എമ്മാതിരി വെറുപ്പില്ലെന്നറിയിച്ചിറങ്ങി അഭിനയ കുലപതിയാണ്. എന്താ ഈ പറയുന്നത്? അഭിനയ കുലപതി, കുലത്തിന്റെ പതി. എന്റെ പേര് വിളിച്ചിട്ടുണ്ടെന്ന് അവൻ ചെയ്യുന്നു. എന്റെ പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അഭിലാഷ് ആട്ടനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആട്ടനെ നമ്മൾ ആട്ടി വിടാൻ പോവാണ്. ഇതിന്റെ പിന്നിൽ യാതൊരുവിധ ദുരുദ്ദേശങ്ങളും ഇല്ല. ഈ സാധനം കണ്ട് നമ്മൾ വെറുത്തതിന് ശേഷം സത്യം ഇത് കാണുമ്പോൾ നിങ്ങളും വെറുക്കും. നമ്മൾ മൂന്നാമത്തെ വീഡിയോ ചെയ്യുന്ന അവനെ കുറിച്ച് എന്നിട്ട് നന്നാവുന്നില്ല. അണ്ണ എന്നിട്ട് രേണുവിന് വേണ്ടി ഒരുപാട് PR പണിയൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിടാം. അല്ലല്ല, അപ്പൊ ഇതിന് പിന്നാമ്പറക്കളികൾ കുറെ നടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ അത് ഞാൻ പിന്നീട് ഒരു സമയത്ത് പറയാം. ഇപ്പൊ നമുക്കിത് അണ്ണന്റെ ഞാൻ ഗന്ധർവനിലെ പാട്ട് ഏതായിരുന്നു? അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഗന്ധർവനിലെ ആ സുന്ദരമായ ആളെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇത് കാണണം. ഞാൻ ഒരിക്കലും ബോഡി ഷെയിമിങ് ചെയ്യാൻ പാട്ട് ഇഷ്ടമല്ല ഉണ്ടായി അവിടെ. ഇതിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ഞാൻ ബോഡി ഷെയിം ചെയ്യില്ല. ഇവന്റെ അഭിനയ കുലപതിയോട് അഭിനയം. ഇവനൊരു പേര് പറ, അഭിനയത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ പേര് കണ്ടുപിടിച്ചിട്ടില്ല. അന്ന് കണ്ടുപിടിക്കാത്ത നമ്മുടെ അഭിനയ കുലപതി അടുത്ത ഓസ്കാർ വിന്നർ അപ്ലൈ ചെയ്യും. ഞാൻ ഗന്ധർവൻ, ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ നിനക്ക് മനസാക്ഷി ഉണ്ടോ? ഇങ്ങനൊരു സാധനം പടച്ചുവിടാൻ ഇങ്ങനെ തോന്നി? ഗന്ധർവനുണ്ട് അഭ്യം നന്ദു ചേട്ടാ, നിങ്ങളിത് കാണുകയാണെങ്കിൽ ഈ സാധനം ഗന്ധർവൻ കണ്ടു കഴിഞ്ഞാൽ പുള്ളി ഭൂമിയിൽ നിന്ന് നാസ വിട്ട റോക്കറ്റ് വിട്ട് കയറിപ്പോ. എന്തായി കാണിച്ചു വെക്കുന്നേ? പുള്ളിക്കാരന്റെ ഒരു കോസ്റ്റ്യൂം നോക്ക്, നെറ്റിപ്പട്ട് ഇട്ടേക്കുന്ന പറഞ്ഞല്ലോ. ഇത് ആള് അഭിനയിക്കാൻ ആളുടെ താല്പര്യം കൊണ്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഇത് കാണുന്നവർക്ക് അതൊരു അരോചകമായിട്ട് തോന്നുകയാണ്. ഇയാള് ശരിക്കും ഭയങ്കര ഭയങ്കര കഴിവുള്ള ഒരുത്തനാണ് ഈ പുള്ളിക്കാരൻ. ഇപ്പൊ ബേസിക് ആയിട്ട് സോഷ്യൽ മീഡിയ ഒരു ഐഡിയ പോയിക്കുന്നറിയോ? കോമളിത്തരം കളിച്ചാൽ റിച്ച് ആവും. നമുക്കിടയിലുണ്ട്, യൂട്യൂബേഴ്സിനിടയിലുണ്ട് നെഗറ്റീവ് തമ്മിൽ ഇട്ടാ റിച്ച് പോവും അല്ലേ? നമുക്കിടയിൽ അതുണ്ട്. സെയിം സാധനമാണ്, കോമാളിത്തരം കാണിച്ചാൽ റീച്ച് ആവും. എന്നാൽ റീച്ച് ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സാധനം, ഒരു പട്ടിക്കുട്ടി പോലും നിങ്ങൾ അഭിനയം കൊണ്ട് നിങ്ങളെ വിളിക്കൂല. നമുക്ക് ബാക്കിയാണ് ഞാൻ ഗന്ധർവൻ വീണ്ടും. കൈയൊഴിയും, എനിക്കറിയാം കൈയൊഴിയും. ഫുൾ മോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നു. കൈയൊഴിയില്ലെങ്കിലേ ഉള്ളൂ. ഈ പുള്ളി നന്നായിട്ട് പാടുന്നുണ്ട്, അതാണ് ഹൈലൈറ്റ്. പലതരം കഴിവുള്ള ഒരുത്തൻ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യാൻ അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അതിന് പുള്ളി പറഞ്ഞ ന്യായീകരണമുണ്ട്. ഞാൻ എവിടെ പോയിട്ട് എനിക്ക് അവസരം കിട്ടുന്നില്ല എന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോകൾ ചെയ്തിട്ട് വാഴയിൽ അഭിനയിച്ച ഹാഷറിന്റെ കൂട്ടുകാരന്മാർ അവരെങ്ങനെ സിനിമ കയറിയത്? ഈ കോമാളിത്തരം കാണിച്ചിട്ടാണോ? ഒന്നും വേണ്ട, നിങ്ങൾ നോക്കിയാൽ മതി. ആക്ടർ കോപ്പ് എന്ന് പറയുന്നൊരു യൂട്യൂബർ ഉണ്ട്. എന്നാ അഭിനയം എന്ന് പറയും പുള്ളി. നമ്മൾ ആക്ടർ ഡോക്ടർ ആളുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി സിനിമയിലൊക്കെ കയറി. ഒത്തിരി പേരുണ്ട്. നീ ഫ്യൂച്ചർ ദേവ് ഡീകോട്സ് എന്ന് പറയുന്ന ആള് ഏതോ ഒരു സിനിമയിലുണ്ട്. ആ സിനിമയിൽ ഏതായാലും യൂട്യൂബറായിട്ട് ഏതായത് വടക്കനിലുണ്ട്. വെടക്കായെങ്കിലും വടക്കനിലുണ്ട്. പിന്നെ ഏതാണ്ട് സീരിയലിലൊക്കെ ഉണ്ട്. നമുക്ക് മാത്രമുള്ള അവസരം ഇല്ലാത്ത ഞാനും അഭിലാഷ് ആട്ടനും ഒക്കെ ആട്ട് മേടിച്ച് നടക്കുക. ബാക്കി കാണാം. ദേവാ ദേവം കാണ്ടം വഴി ഇറങ്ങി ഓടിക്കാണ് കേട്ട് കഴിഞ്ഞാൽ. പാട്ടിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന്റെ മുടിയൊക്കെ വെച്ചേക്കുന്ന സ്റ്റൈല് നോക്ക്. ഒരു കോമാളിത്തം കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ. ദേവനെ നിങ്ങൾ കളിയാക്കി വിട്ടില്ലേ? എന്താ ദേവനൊന്നും പറയാനില്ലേ? എന്ത് പറയാൻ ഇതിനൊക്കെ? താഴെ ഫോട്ടോ ചെയ്ത് നോക്കുക, രസം. മേഘത്തൊന്നും ഇപ്പൊ ഇടിവിട്ട് മഴ പെയ്യും ചേട്ടന്റെ ഈ ഒരു സാധനം. എന്റെ മോനെ കഴിച്ചിട്ടില്ല. ഇനിയുണ്ട്. അന്യൻ നമുക്ക് അന്യം കാണാം. അഭിലാഷ് അന്യൻ വിക്രം തകർത്താടിയ ഒരു സാധനം ഈ പുള്ളിക്കാരൻ അഴിഞ്ഞാടാൻ പോവുകയാണ്. നമുക്ക് കാണാം. ഇത് അന്യനാണെന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ കാണുക. അന്യൻ അമ്പി റമ ഉണ്ടോന്നറിയില്ല. റമ പുള്ളി പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അന്യനെ അമ്പിയെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ റമ അല്ല പിടിക്കുന്നത്, വേറെയാ പുള്ളി പിടിക്കുന്നത്. നമുക്ക് അന്യൻ കണ്ടു തുടങ്ങാം. വിക്സ് കഴിക്കൂ, ശബ്ദത്തിന് ഒരു ചെറിയ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത. കമലാട്ടി എന്ന് വിളിക്കാൻ മതിയാണ്. ഓ അതായിരുന്നു അത്. ഓ നാന്യൻ
ഞാൻ ആരുടെ അനിയൻ? ഇല്ല, പറഞ്ഞത് കൊണ്ട് മനസ്സിലായി അന്യനാണെന്ന്. അതെ അല്ലേ, താഴെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിടിയിട്ട് നമുക്ക് കാര്യം പിടിയിട്ട് ഈ പേജിന്റെ പേരുടെ പൊളിസാനോ പൊളി വൈബ്. പൊളി വൈബ് അവര് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അത് അന്യനൊന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്നിട്ട് വിളയാടക്കൂടാതെ വിളയാടിയാൽ വിളയാടിയ അവനിപ്പോ നിൽക്കുന്ന വിളയിലാണ്. അടിച്ച ആൾക്കാർ വിളയെ കളയാൻ നോക്കി പോകും. എനിക്ക് ഇയാളെ കഴിവിനോട് ശരിക്കും എനിക്ക് റെസ്പെക്ട് ഉണ്ട്. ഇയാളൊക്കെ ട്രോളിന്റെ അടുത്ത് എനിക്ക് മതിയായ വിഷമമുണ്ട്. നല്ല കഴിവുള്ള ഒരുത്തനാണ് ഈ അലൻ ജോസ് പെരേരയെ പോലെ ഒരു ആളെ അല്ല ഈ പുള്ളിക്കാരൻ. അലൻ ജോസിനെ കുറിച്ച് ഇന്ന് രാവിലെ ഒരാളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി വളരെ പാവമാണ്, പുള്ളിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, പുള്ളിക്ക് പാട്ട് പാടാൻ അറിയില്ല. എന്നിട്ട് കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടെന്നറിയോ? മമ്മൂക്കയായിട്ട്. മമ്മൂക്കയ്ക്ക് അഭിനയിക്കാൻ അല്ലല്ല, അഭിനയമല്ല, മമ്മൂക്ക പണ്ട് ഡാൻസ് മമ്മൂക്കയ്ക്ക് അറിയില്ലല്ലോ. അതായത് മമ്മൂക്ക വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോഴായാലും മമ്മൂക്ക ഡാൻസ് കളിക്കുന്നത് നമുക്കറിയാം. മമ്മൂക്കയുടെ ഡാൻസിനെ പോലെയാണ് അലൻ ജോസിന്റെ അഭിനയം എന്നാണ് പറയുന്നത്. മമ്മൂക്കയ്ക്ക് ഡാൻസ് അറിയില്ല, അതുപോലെ അലൻ ജോസിന് അഭിനയം അറിയില്ല എന്നാണ് മറുപടി പറഞ്ഞ കൂടി. സത്യം. ഒന്ന് ആലോചിച്ചോണം, അത് പറയുന്ന ഒരു ഡയറക്ടർ എന്ന് സ്വയം പ്രഖ്യാപിത ഡയറക്ടറാണ്. മറ്റേ ആൽബങ്ങളുടെ റാണി എന്ന് അവകാശപ്പെടുന്ന എന്ന് പറഞ്ഞ പോലെ ഇയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്നെ ഞാൻ തന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാ. പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ അയാളുടെ ഒരു പരിപാടി എന്താ അറിയോ? ഇയാള് ക്രൗഡ് ഫണ്ടിങ് അറേഞ്ച് ചെയ്യുക, ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് പൈസ ഡയറക്ഷൻ ചെയ്യുക എന്നുള്ള പരിപാടി. നിങ്ങൾ പൈസ ഉണ്ടെന്നാൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ അവസരം തരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൈസ ആൾക്കാരിൽ നിന്ന് മേടിച്ചിട്ട് ആ പടം പൊട്ടും. പടം ഇറങ്ങിയാലേ പൊട്ടേണ്ട ആവശ്യമുള്ളൂ. ഒരു പടം എന്താ ഈ ഇടയ്ക്ക് ഇറങ്ങി ആലപ്പുഴ ഏതൊരു തിയേറ്ററിനകത്ത് ഒരാഴ്ച പോലും കറക്റ്റ് പോയിട്ടില്ല. പൈസ കൊടുത്തവരെല്ലാം അഭിലാഷ് ഏട്ടാ അഭിനയിക്കാൻ അവസരം ഉണ്ട്, ഈ പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ. ഞാനോട് ഒരു ബന്ധമില്ല, ഒരു അവസരം കിട്ടും. വയ്യാത്തോണ്ട് നമുക്ക് ബാക്കിയാണ്. ഈ യൂണിവേഴ്സിലേക്ക് പോകാൻ താല്പര്യമില്ല. ആളുകളെല്ലാം കൊല്ലുമാ തോമശേ മറ്റേ സീൻ കേട്ടോ, ഞാൻ എന്താ കൊലയും പണ്ടല്ലേ 5 കൊല. ഞാൻ ആ വാക്ക് പറയത്തിന് കൊള്ളാം, അമ്പിയും അരുത്, അതൊന്നും പാടില്ല. പറ. അതെനിക്കറിയാം, അനക്കൊന്നും അറിയില്ലെന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. മനസ്സിലായില്ലേ? ഒന്നും അറിയത്തില്ല, പാവം ചെറുക്കനാ. മനസ്സിലായോ? അറിയില്ലല്ലോ. നീ ആരാ നീ? ഞങ്ങൾക്ക് അറിയത്തില്ല. എന്താ ഞാൻ ആരാണ്? അന്യനെയും തുടങ്ങി അമ്പയിൽ കേറി ലെവലിലേക്ക് പോയി. എന്തൊരു പേര്? അല്ലല്ല, ഞാൻ ആരാ ചേട്ടാ? അതിലായി പോയി, ആ ക്യാരക്ടർ മാറിപ്പോയി. മറ്റേ ഈ വിക്രം പോലും 3 കഥാപാത്രം ചെയ്തുള്ളൂ. ദശാവതാരത്തിന് വരെ വെല്ലുന്ന സാധനങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ ആരെങ്കിലും പുള്ളിനെ ചെയ്തിട്ടുണ്ട്? പുള്ളിയുടെ പേര് പറഞ്ഞല്ലോ, മറ്റേ തടിച്ചിട്ട്. ഞാൻ ആരാ ചേട്ടാ എന്ന് പറഞ്ഞ് വിജയെ കാണാൻ പോയേ കണ്ണനാണോ? ഉണ്ണിക്കണ്ണനെ വരെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സ്കില്ലുള്ള ആളാ. മനസ്സിലായോ? നീ എന്റെ കാസ് ചോദിച്ചു. ട്രാൻസ്ഫോർമേഷൻ ശ്രദ്ധിക്കണം മറ്റേ പുള്ളി മുടി ഇട്ടായിരുന്നു. മുടി ആർട്ടിഫിഷ്യൽ ആയിട്ട് അങ്ങനെ വീഴത്തില്ല. അന്യ തൊട്ടില്ല, ഞാൻ അന്യൻ ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക്. അത് ആ മുടിയും കൂടെ അങ്ങനെ വീണെങ്കിൽ കറക്റ്റ് വിക്രം ഡിക്റ്റോ. അയ്യോ, വിക്രം ചെന്നൈ വിട്ടിട്ട് പറഞ്ഞു കേട്ടു. എനിക്കറിയാം, നീ എല്ലാം എനിക്കറിയാം. ഇനി മേലെ ഇത് ആവർത്തിക്കരുത് കേട്ടോ. അല്ല, വിക്രം ചെന്നൈ വിട്ട് പോയി പറഞ്ഞു കേട്ടോ. ഈ പുള്ളിക്കാരന്റെ ശരിയായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇമാതിരി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഭിനയം കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നെണ്ണ ഒരൊറ്റ ഒരാൾ നിങ്ങൾക്ക് അവസരം. അല്ല, ഞങ്ങൾക്ക് ഡയറക്ടർമാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു അവസരം കൊടുക്കുക. ആ വഴിക്ക് പോട്ട് എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കും. അപ്പം നമ്മൾ പുള്ളിക്കാരന് വേണ്ടി അവസരം ചോദിച്ചിട്ടുണ്ട്. അവസരം കിട്ടും, പേടിക്കണ്ട. എല്ലാവർക്കും ഒരു സമയം ഉണ്ടാവും. അപ്പൊ ഈ അഭിനയം പുള്ളിയുടെ സ്കില്ല് കാണിക്കാനായിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ചെയ്യുന്ന പരിപാടി എങ്ങനെ ഉണ്ടെന്നറിയോ? മറ്റേ ഫ്രണ്ട്സിനകത്ത് കരിയോലി ഇട്ട് മുക്കത്തില്ലേ, അതേപോലത്തെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ള കഴിവിനെ നിങ്ങൾ ഇമാതിരി സാധനം വെച്ച് കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിവില്ല എന്നൊരു സാധനം കുറെ നാളെ റിയെ പോലത്തെ വെമ്പിളാരെ പൊക്കിക്കൊണ്ടിരുപ്പായിരുന്നു. അത് മറ്റേ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടി. ഇതിപ്പോ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി ചെയ്ത പരിപാടി. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും അണ്ണൻ തന്നെ പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അതാണല്ലോ ഒരു ട്രെൻഡ് ആയിട്ട് നോക്കിയിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ യൂണിവേഴ്സിൽ അവരൊക്കെ ചെയ്യുന്നുണ്ട്. അലൻ ജോസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റേ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേര 69 പേരെന്തോ 70 പേരെന്തോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്ന് അറിയത്തില്ല. എടുത്ത് നോക്ക്, 70 ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇനി പുള്ളി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാട്ടായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനകത്ത് സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട്, അതും കൂടെ നമുക്ക് കാണാം. എനിക്കൊരു വേഷം തരാൻ പാടില്ല നിങ്ങൾക്ക്. നമ്മള് തരണോ? ഒരു വേഷം കൊടുത്തരാ പുള്ളിക്ക്. ഷർട്ട് മുണ്ട് വിട്ടിരിപ്പില്ലേ, എടുത്ത് കൊടു പറയണം. ഇവര് തമാശ എന്താ അറിയോ? പുള്ളിക്ക് വൈഫുണ്ട്, 2-3 മക്കളുണ്ട്. ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ലെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള പേഴ്സണലി. പിന്നെ മുൻപൊരിക്കൽ
ഇപ്പോഴല്ല, ഞാൻ ഇയാൾ ഈ ലൈം ലൈറ്റിലേക്ക് വരുന്നതിന് മുൻപ് ഇയാളുടെ വേറെ കുറേ പരിപാടികൾ കേട്ടിട്ടുണ്ട്. അതൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളൊരു ആങ്കറാണ്. പുള്ളിയോട് ഞാൻ ഇയാളെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഒരാളുടെ നമ്പർ തരാം, വിളിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ കേട്ട കഥകളുണ്ട്, എൻ്റെ പൊന്നോ. അതായത് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അത് പുറത്തുവിട്ടാൽ പിന്നെ ആളില്ല, ആ ലെവലുള്ള കഥകളാണ്. പക്ഷേ ആ പെൺകുട്ടിക്ക് അവരുടെ പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല, അവരുടെ വോയിസ് പുറത്തു പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് പുറത്ത് പറയാനും പോകുന്നില്ല. എന്നെങ്കിലും ഇങ്ങനെ ഒരു വലിയ സ്റ്റാർ ആയുണ്ടല്ലോ, നമ്മൾ രണ്ട് തീർന്നു, ഇതോടെ നമ്മുടെ അവസാനം. ഇത് കഴിവുണ്ട്, കഴിവില്ലെന്ന് ഞാൻ ഒരിടത്തും പറയുന്നില്ല, പക്ഷെ കഴിവിനെ കറക്റ്റായിട്ട് ഉപയോഗിക്കണം. ഇയാൾ ശരിക്കും പറഞ്ഞാൽ അലൻ ജോസിന്റെ കൂടെ നടക്കുന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. ഈ അലൻ ജോസിന്റെ കൂടെയും ആറാട്ടണ്ണന്റെ കൂടെയും പല ആൾക്കാരും പോകുന്നത് ഇനിഷ്യൽ ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് തലപ്പൊന്നും വരുന്നില്ല. ശ്രീലക്ഷ്മി ഉണ്ടല്ലോ, ശ്രീലക്ഷ്മി, പുള്ളിക്കാരി അലന്റെ കൂടെ ആദ്യമേ കല്യാണ സെറ്റപ്പ് തുടങ്ങിയത് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാ. പുള്ളിക്കാരി ഫെയിം കിട്ടി, പുള്ളിക്കാരിയുടെ പരിപാടി നോക്കി പോയി. ബാക്കിയാണ് സിനിമയില് ഞാൻ ഈ കോമാളിക്ക് വരും പരിപാടിക്ക് നിർത്തിട്ട് ഞാൻ എങ്ങനെ സിനിമയിലേക്ക് വരാം. ഒന്ന് നിർത്തി കഴിഞ്ഞ് എന്തെങ്കിലും പരിപാടി കിട്ടും. ഇത് കോമാളിത്തര പരിപാടി നിർത്തുമെന്ന് പറയുന്നത് തന്നെ ഒരു കോമാളിത്തര പരിപാടിയിലൂടെ. രേണുവിനെ കുറിച്ച് പറയുകയാണ്, കരയുന്ന. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. തിരിഞ്ഞു നിന്നിട്ട് തുപ്പൽ തൊടുന്നു, കണ്ണി പുരട്ടിട്ട് തിരിഞ്ഞു കരയും. എന്നിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾക്ക് ഇരിക്കുന്ന പോലാണ് ഇരിക്കും, അവിടെ കുത്തിയിരിക്കുക. നല്ല സൂപ്പർ അവന്, വെടിക്കെട്ട് അവന്. ഇതൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ ആൾക്കാരാണ്. കണ്ടാലുണ്ടല്ലോ, നിങ്ങളെ സ്പോട്ടിൽ പിടിച്ചോണ്ട് പോയിട്ട് ക്രിസ്റ്റഫർ നോളന്റെ പടത്തിൽ അവസരം തരും. അത്രയ്ക്ക് മികച്ച. ഇതൊക്കെ എടുത്തിട്ട് മീഡിയയിൽ ഇടാൻ വേണ്ടിയുള്ള ആൾക്കാരുണ്ടല്ലോ. ഇതാ പറഞ്ഞിരിക്കുന്നേ, ഞാൻ അങ്ങനെ ചെയ്യാന്ന്. എന്തോ ആയിക്കോട്ടെ, എന്തെന്നായിക്കോട്ടെ, ഇതാണ് ഇപ്പൊ മാർക്കറ്റിംഗ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു പച്ചക്കൂല് തുടങ്ങും, ഞാൻ ഒരു മഞ്ഞക്കൂല് തുടങ്ങും, എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമുക്ക് ഫേമസ് ആവാം. ഇപ്പൊ അതൊക്കെ ആ റീച്ച് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതേപോലെ കാണിച്ചാൽ ഇത് നമുക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് അതിനുള്ള ടാലന്റ് ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. അലൻ ജോസിന്റെ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി എടുത്ത് മാറ്റിയിട്ട് അടുത്ത് ഞാൻ കയറി വരാം. നിങ്ങൾ അഭിലാഷ് ആയിക്കോ, ഓൾറെഡി അനീഷും എന്നൊക്കെ ഉള്ള പേരും സാമ്യമുണ്ട്. ബാക്കിയാണ് ഏതെങ്കിലും സംവിധായകൻ ഒരു ചാൻസ് വരാൻ എനിക്ക് ഒരവസരം പ്ലീസ് ഒരു അവസരം, ആരെങ്കിലും നേരെ നമുക്ക് ക്യാമറയിലേക്കാ കിട്ടുന്നുണ്ടോ, കറക്റ്റ് അല്ലേ, എടുക്കുന്നുണ്ടോ? ആരെങ്കിലും ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിലെങ്കിലും ഈ പുള്ളിനെ ഒന്ന് ഉൾപ്പെടുത്തണം. ശരിക്കും പുള്ളിക്ക് അഭിനയിക്കാൻ സ്കില്ലുള്ളൊരുത്തനാണ്. സ്കില്ലുണ്ട്, പക്ഷെ അത് ഇത്തരം കോമാളിത്തരം കാണിച്ചിട്ട് ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുക, തെറികെട്ടോണ്ടിരിക്കുക. കോമാളിത്തരം ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കൊന്നും അലൻ പോലും അവൻ ശരിക്കും കഴിവില്ലാത്തോണ്ടാവും ചെയ്യാത്തത്. നിങ്ങൾക്ക് കഴിവുണ്ടായിട്ട് നിങ്ങൾ ഇത് കാണിക്കുന്നത്. ഇവരുടെ വിചാരം എന്താണെന്നറിയോ, കരയുന്നൊക്കെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർ നിങ്ങൾ സീരിയൽ അത് പറയരുത്. ഞാൻ ഇടയ്ക്ക് വീഡിയോ കണ്ടു, ആർജെ ലച്ചുവിന്റെ അടുത്ത ആൽബത്തിൽ നായൻ പുള്ളിയാണെന്ന് പറഞ്ഞിട്ട്. പുള്ളി ആർജെ ലച്ചുവിനെ നിർത്തിക്കൊണ്ട് പറഞ്ഞു അത് അടുത്ത ആൽബത്തിൽ നായകനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. നായിക രേണുവാണോ? അതെനിക്കറിയില്ല. ആയിരിക്കും. ആർജെ ലച്ചുവിന്റെ പുതിയ ആൽബം നടക്കുന്നുണ്ട്, പുതിയ നായികമാർ. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ രേണു ചേച്ചി വിളിക്കാത്തതെന്ന്. ഇതിനകത്തെ ഇപ്പൊ രേണുവിന്റെ ആൽബം എന്ന് പറഞ്ഞാൽ ഒരു 7 കെട്ടിപ്പിടുത്തം മസ്റ്റ്. അണ്ണന്റെ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീകളെ ചുംബനം മസ്റ്റ്. അതെ, അതാ വലിയ, അത് ശരിയാ. പക്ഷെ രേണു ഉമ്മൊക്കെ സമ്മതിക്കത്തില്ല. ബാക്കിയാണ് വന്നു താരമെത്തി. ഇനി റേഞ്ച് മാറുക. നിനക്ക് അഭിനയിക്കറിയോ? അറിയോ? അഭിനയിക്കറിയോ? എനിക്ക് അഭിനയം എന്താന്ന് എനിക്കറിയോ. അല്ല, ഇത് അലന് വന്നിട്ട് അഭിനയിക്കാൻ അറിയാവുന്നോണ്ട് കുഴപ്പമില്ല, പഠിപ്പിച്ചു കൊടുക്കാമല്ലോ. മറ്റേ പച്ചാളം ബാസി ശ്രീനിവാസനെ പഠിപ്പിച്ചു കൊടുത്താലേ അലൻ പഠിപ്പിച്ചു. ചോദ്യത്തിന് ആ സ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ നിങ്ങള് അഭിനയം എന്താന്ന് എനിക്കറിയോ. പറഞ്ഞുവിട്. മറ്റേ കടലിന്റെ നടുക്ക് സാഗരം, ആ സാധനം പറഞ്ഞുവിട്. പാട്ട് പഠിക്കണം, സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമായി ഞാൻ പോയത് സിംഗത്തിന്റെ മടയിൽ. അതേപോലെ തന്നെ അഭിനയം പഠിക്കണമെന്ന് ആഗ്രഹമായി അഭിലാഷ് ആട്ടൻ ചെന്നത് സൂപ്പർ സ്റ്റാറിന്റെ മടയിൽ. വന്ന് ചോദിച്ച ചോദ്യം കണ്ടോ? അവനേക്ക് അറിയാം എനിക്ക്. എന്താ പറയാ, ബെസ്റ്റ് ആക്ടറിനകത്ത് മമ്മൂട്ടിയോട് പറയുമല്ലോ ഗുണ്ടകളുടെ സംഘം. അതുപോലെ ഒന്ന് ഇങ്ങനെ ടക്ക് നടിച്ചു കഴിഞ്ഞാൽ എന്റെ മുഖത്ത് അഭിനയങ്ങൾ മാറി പറയും. അന്യനും മറ്റേ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലേ? അല്ല, മറ്റേ ദേവനെ കണ്ടല്ലേ? ദേവനെ പറയരുത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നോടല്ല, അങ്ങോട്ട് കാണിച്ചാൽ മതി. അപ്പൊ പലിശക്കാരുടെ രണ്ടും ഒന്നിനൊന്ന് വെച്ചോ. പൈസ ചോദിക്കാൻ പറ്റുന്നല്ല. സങ്കല്പ സാറുണ്ടോ? സാറിന് കണ്ണി ചോരയുണ്ടോ? ഞാൻ എത്ര പരിചയം, എത്ര
മനസ്സിലായി, അവിടെ ആളില്ലല്ലോ. സങ്കല്പം കേട്ടോ, എല്ലാവർക്കും മനസ്സിലല്ലോ. ഞാൻ സങ്കല്പമായിട്ടുള്ള കഥാപാത്രം ചെയ്യാൻ പോന്നെ. പൈസ കൊടുത്തോന്നറിയോ? എന്റെ വീട്ടിലുള്ള തേങ്ങ, വാഴക്കോല, ഇതെല്ലാം പലിശയാന്ന് പറഞ്ഞ് എടുത്ത് വെട്ടിക്കൊണ്ടുപോയി. പൈസ തിരിച്ചു ചോദിക്കാൻ വന്നതാണ്. ദേഷ്യപ്പെടുന്നല്ലേ കാണിക്കുന്നത്? ഇല്ല, അതായത് കടം ചോദിക്കാൻ വന്ന ആള് കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കാൻ വന്ന ഇയാളാണ്. അപ്പൊ അയാളുടെ മുന്നിൽ സങ്കടം പറയുന്നു. സങ്കടമാണോ പറയുന്നത്? അപ്പൊ പിന്നെ ദേഷ്യപ്പെടണമെന്ന് പറഞ്ഞെന്താ? അവൻ ദേഷ്യപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. ശരി. അപ്പൊ വിഷമമാണ് നമ്മൾ കാണുന്നത്. എത്ര പൈസ സാറ് എനിക്ക് പൈസ തരാനുള്ള? ഇനി പൈസ ഒന്നും സാർ, എന്റെ മരണം കണ്ടിട്ട് സാറ് ഇതാവും. ഇത് കൺഫ്യൂഷൻ ആയല്ലോ സാധനം. ഇത് അവര് എടാ, നീയാണ് പൈസ മേടിച്ചതല്ല, പുള്ളിക്കല്ല പ്രായം കാണത്തില്ല. അണ്ണനാണെന്നാ പൈസ മേടിച്ചത്, ഇല്ല മറ്റേ പുള്ളി ചോദിച്ചാണ്. അല്ലെന്നാ എന്നെ കളയതായിരിക്കത്തില്ലേ? അപ്പൊ അവനാണ് പൈസ തന്നത്, അണ്ണനാണെന്ന് പറയേണ്ടത്. ഇതെന്താണിത്? ക്യാരക്ടർ ഷിഫ്റ്റ് ആയി പോയി. ഇതെനിക്ക് അത് പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നില്ല, ഇതിഹാസം എന്ന് പറഞ്ഞിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് അതുപോലെ എന്തോ സംഭവിച്ചേ സാധനം. വീട്ടിലുള്ള തേങ്ങ, വാഴക്കോല, ഇതെല്ലാം പലിശയാന്ന് പറഞ്ഞ് എടുത്ത് വെട്ടിക്കൊണ്ടുപോയി. അപ്പൊ ശരി, നാണമുണ്ടോ? എന്തോ ഒരു ചെറിയ പ്രശ്നം. നിങ്ങളെ നേരത്തെ പ്രാക്ടീസ് നമ്മൾ മനസ്സിലാവാത്തിന്റെ പ്രശ്നമാണ്. ഇനി ഒന്നുകൂടെ കാണണോ? അവരുടെ ബുദ്ധി നമുക്കില്ലല്ലോ. ഒന്നുകൂടെ കാണണോ? കണ്ടുക, അവരുടെ ബുദ്ധി നമുക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് കാണിച്ചാൽ മതി. അപ്പൊ പലിശക്കാരുടെ അന്നെങ്ങനെ ചെയ്യട്ടെ സാറ്? പൈസ ചോദിക്കുന്നു, കടം കയറി മുടിഞ്ഞ ഒരാള് ദേഷ്യപ്പെടുന്നു, പൈസ ചോദിക്കാൻ വരുന്നല്ല. ശരി, സങ്കല്പം സാറുണ്ടോ? സാറിന് കണ്ണി ചോരയുണ്ടോ? ഞാൻ എത്ര പലിശ എത്ര പൈസ കൊടുത്തോന്നറിയോ? ഓ, അതായത് പലിശ കൊടുത്തല്ലോ. നമ്മുടെ തെറ്റാ. സോറി, നമുക്ക് അവരുടെ അടുത്ത് ബുദ്ധിയില്ല, ഞങ്ങളുടെ തെറ്റാ. പിന്നെ ഇതിനകത്തൊരു സംഭവം എന്താണെന്നറിയോ? ദേഷ്യപ്പെടണമെന്നാ പറഞ്ഞത്. അങ്ങോട്ട് നോക്കി ദേഷ്യപ്പെടണമെന്ന്, അങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ ഇങ്ങോട്ട് നോക്കി ദേഷ്യപ്പെട്ടു. അധ്യാപകന്റെ മുഖത്ത് നോക്കാൻ പറ്റുള്ളൂ എനിക്ക്. പഠിപ്പിച്ച ആശാനില്ല ഒന്നും നടക്കത്തില്ല. അപ്പൊ ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ ആശാനെ കൊണ്ടുപോകുമോ? മേ ബി. അപ്പൊ ആശാൻ സിനിമയിൽ കയറും, അണ്ണം പുറത്ത്. അതാണല്ലോ സംഭവിക്കുന്നത്. എന്റെ വീട്ടിലുള്ള തേങ്ങ, വാഴക്കോല, ഇതെല്ലാം പലിശയാന്ന് പറഞ്ഞ് എടുത്ത് വെട്ടിക്കൊണ്ടുപോയി. അവന് കരച്ചിൽ വരുന്നു. നാണമുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പൊ എന്താ കേട്ടത്? നാണമുണ്ടോന്നോ? മറ്റേ ടീമിന്റെ ആയിരുന്നാണോ? നോക്കട്ടെ. ഇതല്ല, പൈസ ചോദിച്ചു വരുവാ. അല്ല, ഇങ്ങനെ പൈസ ചോദിച്ചു വരുവാ. അപ്പൊ ഇവ ഇവിടുന്ന് അഭിനയിച്ച് കാണിക്കുക. ഇവിടെ ഞാനാണോടോ പൈസ ചോദിച്ചോന്നുള്ള രീതിയിലാണ് അലൻ. നിനക്ക് അഭിനയിക്കാൻ അറിയാന്ന് ചോദിച്ചാൽ ആ സെറ്റപ്പിലാണ് അലനെ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. എന്താ പറയുക, ഏത്തക്കൊല പോയില്ലാണ്ട് ഞാൻ പിറ്റേസായിട്ട് പോയിട്ടുണ്ടല്ലോ. ഈ ഏത്തക്കൊല ഇയാളുടെ മക്കളിലും തിന്നോ പഴം പൊടിപ്പിച്ചത്? മതിയായി ഏത്തക്കൊല അഭിനയത്തിനാണ് സാറേ. എത്ര പൈസ സാറ് എനിക്ക് പൈസ തരാനുള്ള? ഇനി പൈസ ഒന്നും സാറേ, എന്റെ മരണം കണ്ടിട്ട് സാറ് ഇതാവും. ഞങ്ങളും ചോദിക്കുന്നത് നാണോ ഉണ്ടോ എന്നാണ് നമ്മളെ ചോദിക്കുന്നത്. എനിക്ക് അഭിലാഷ് ചേട്ടനെക്കാട്ടിലും ഇഷ്ടപ്പെട്ട അലന്റെ നാച്ചുറൽ ആക്ടിങ് ആണ്. എന്ത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്തു. അതെ അതെ, കേട്ടിട്ടുണ്ട്. സംഭവം കൊള്ളാം, നൈസായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ വിഷമ സീൻ കണ്ട് ചിരിക്കുന്നത്. കടം കയറി മുടിഞ്ഞൊരാള് പറയുക, അത് കണ്ടിട്ട് നമ്മൾ എന്ത് സാഡിസ്റ്റ് ആണ് സത്യം. അയ്യോ, ബാക്കിയാണ് എത്ര പൈസ സാറേ എനിക്ക് പൈസ തരാനുള്ള? ഇനി പൈസ ഒന്നും സാറേ, എന്റെ മരണം കണ്ടിട്ട് സാറ് ഇതാവും. അലൻ ചോദിക്കുന്നത് ഇതാണോ അഭിനയം എന്ന്. അലന് പോലും അഭിനയല്ല സാറേ, എത്ര പൈസ തന്നു? അവൻ തന്നെ വിളിച്ചു, ഇതൊക്കെ എന്താ അഭിനയം? അണ്ണൻ കാണിച്ചു കൊടുക്കണ്ട, അണ്ണൻ പഠിപ്പിച്ചു കൊടു. അണ്ണൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാ നമ്മുടെ അഭിലാഷ് ആട്ടായി കറക്റ്റ് ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നറിയോ? പുള്ളിയുടെ മറ്റേ യാങ്കെന്ന് പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. കിട്ടും, ഇങ്ങനെയാണെങ്കിൽ അവസരം കിട്ടും. പക്ഷെ അവസരം കിട്ടുന്നത് ഏതെങ്കിലും ABCD ക്ലാസ് പടത്തിലായിരിക്കും കിട്ടുന്നത്. വെറുതെ ചെയ്ത വീഡിയോ ആണ്, അങ്ങനെ മാത്രം കണ്ടാൽ മതി. കാരണം ഇതുപോലത്തെ പറയാൻ പറ്റില്ല അല്ലേ, അവതാരങ്ങളെ കണ്ടിട്ട് ചെയ്തു പോകുന്നതാണ്. അഭിലാഷ് ആട്ടന് നമ്മൾ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് കണ്ടപ്പോ എനിക്ക് പൊളിഞ്ഞ് പോയി. കാരണം എനിക്ക് പൊളിഞ്ഞ് വേറൊന്നും കൊണ്ടല്ല. നമ്മളെന്താ അലനെ പറയത്തെ, നിങ്ങൾ കഴിവുള്ളൊരുത്തൻ ഇമാതിരി കോമാളിത്തരം കാണിക്കുമ്പോഴത്തേന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇയാളുടെ കഴിവ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇയാളുടെ അഭിനയം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഷോ ഉണ്ടല്ലോ, അമൃത ടിവിയുടെ എന്തോ ഷോയിൽ വന്നിട്ട് ആൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇയാൾ നന്നായിട്ട് മിമിക്രി കഴിവുള്ള ആളാണ്. പക്ഷെ അങ്ങനെയുള്ളവന്മാർ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. അവൻ ചോദിക്കുന്ന നീയൊക്കെ അവസരം താടാ കൊടുക്കുവോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എല്ലാവരും ഈ പറഞ്ഞ ഇത് കാണിക്കണ്ടേ? അവസരം കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട്, അവരെല്ലാം കോമാളിത്തരം കാണിച്ചാണ് നടക്കുന്നത്. ഒന്നുമല്ല അവസരം അന്വേഷിച്ചാൽ ഇവനെ വിളിച്ചോണ്ട് ആരും കൊണ്ടുപോകത്തില്ല.
അവസരം അന്വേഷിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ പറയാം, അഭിലാഷ് ഏട്ടാ നിങ്ങൾ ചെയ്യേണ്ടത് ഡോക്ടർ ആക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആക്ടർ കോപ്പ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ഇതേപോലെ ആക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യും. ഈ ആക്ടർ കോപ്പ് എന്ന് പറയുന്ന ആൾ അയാളുടെ ജോലി റിസൈൻ ചെയ്തിട്ട് ആക്ടിങ്ങിന് വേണ്ടിയിട്ട് അയാൾ പല റീൽസും ഒരു റീൽ പുള്ളി ചെയ്തിട്ടേക്കുന്നത് അയാൾ ആഡ് ചെയ്തേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒറ്റ ഡയലോഗ് കൊടുക്കത്തുള്ളൂ, എനിക്ക് തെരിയും. ഈ ഒരു ഒറ്റ ഡയലോഗ് എന്തൊക്കെ ഇമോഷൻസിൽ അവൻ്റെ ഡയലോഗ്, വിഷമം, ദേഷ്യം, കലിപ്പ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ, അതെല്ലാം നമുക്ക് ഫേസിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് അത്രയും സ്കില്ലില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്കില്ലുണ്ട്, അത് കാണിച്ചാൽ നിങ്ങൾക്ക് അവസരം കിട്ടും. ഈ പറയുന്ന ഹാഷിറും ടീമും എന്തോരം കഷ്ടപ്പെട്ട, അല്ലമീൻ ടീം എന്തോരം കഷ്ടപ്പെട്ട, സാബിർ ആ പടത്തിലുണ്ട്. അവന്റെ ഒക്കെ സ്കില്ല് വെച്ചിട്ട് അവനത് കണ്ടിന്യൂസ് ചെയ്താണ് കയറിയത്. ഇപ്പൊ എന്തോ അർജുൻ എന്ന് പറഞ്ഞ പയ്യൻ, അനന്തു രണ്ട് ട്വിൻസ് ആണ് അവര്. അവരിപ്പോ ഒരു വെബ് സീരീസ് ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ട്. നോർമൽ സീരിയൽ പോലത്തെ വെബ് സീരീസ്. എനിക്ക് അവരുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും മറ്റേ പടക്കളത്തിനകത്തെ പ്രദീപ്, അരുൺ പ്രദീപ്, അവൻ കയറി വന്നില്ലേ? ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇത് ഈ കൗമാളിത്തരത്തിന് വേണ്ടി മാത്രം നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നും. അഖിലന്നാർഡി, നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് കാണിക്കൂ. അഖിലന്നാർഡി എനിക്ക് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് അവൻ ഇതുവരെ സിനിമ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ഏതൊരു സിനിമയിലുണ്ട്, ജയറാമിന്റെ ഏതൊരു സിനിമ പ്രൊമോഷൻസ് മാത്രം. അല്ലല്ല, ജയറാമിന്റെയും കാളിദാസിന്റെ പടത്തിലുണ്ട്. ലാസ്റ്റ് മൂവി അല്ലേ? അപ്പൊ സ്കില്ല് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നിങ്ങൾ കാണിക്കുന്ന സ്കില്ലെങ്കിൽ. നമ്മൾ തമാശക്ക് ഞാൻ പറയുകയാണ്, പണ്ട് കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സന്തോഷ് പണ്ഡിറ്റ് സ്റ്റൈൽ പടങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് അതിലും കിട്ടില്ലടോ. അങ്ങനെയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന്റെ പടങ്ങളാണ് വിളിക്കേണ്ടതല്ലേ? സന്തോഷ് പണ്ഡിറ്റിനോട് ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു. സന്തോഷ് പണ്ഡിറ്റ് ഇതിനേക്കാൾ നന്നായിട്ട് അഭിനയിക്കും. സന്തോഷ് പണ്ഡിറ്റ് ശരിക്കും ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ്. അയാള് വെട്ടി വഴിയാണ് ഇവര് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് പ്രൊഡ്യൂസർ, ഡയറക്ടർ, അഭിനേതാവ്, മ്യൂസിക് ഡയറക്ടർ, സിംഗർ, എല്ലാം ഉപരി സന്തോഷ് പണ്ഡിറ്റിന് വെട്ടാനുള്ള വഴി അറിയാം. മനസ്സിലായോ? വെട്ടിയ വഴി കൂടെ പോകാനും അറിയാം. അല്ലാണ്ട് ഇതുപോലെ വഴിയും വെട്ടാൻ അറിയത്തില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ആള് നെഗറ്റീവ് ഉണ്ടാക്കി വന്ന് അതിലൂടെ അയാൾ ചാരിറ്റി ചെയ്ത് പോസിറ്റീവ് ആക്കി എടുത്തിട്ടാണ്. പൃഥ്വിരാജിനെ സകലമാനെണ്ണം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇതിനെ പോസിറ്റീവ് ആക്കി എടുത്തു. അണ്ണാ നിങ്ങൾക്ക് പോസിറ്റീവ് എന്തായിരുന്നു കമ്പയർ ചെയ്യുന്നല്ല, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ കമ്പയർ ചെയ്തു. വലിയ ലെജൻസുമായിട്ടാണ് നിങ്ങളെ കമ്പയർ ചെയ്തേ. ആ ഒരു സാധനത്തിലേക്ക് നിങ്ങൾ ഇതാ, അതിന് പകരം ഇത് എന്ത് കാണിക്കുന്നത്? ഞാനും നാളെ ഇതുപോലെ ചെയ്യും. എടോ ലൊക്കേഷനിൽ പോയിട്ട് കോസ്റ്റ്യൂം ഇട്ട് മേക്കപ്പ് ഇട്ടിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്, അറിയോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ റീസൺ പറഞ്ഞറിയോ? രാവിലെ 11 മണിക്ക് എന്നെ വിളിച്ചു വരുത്തിയതാണ്. എന്നിട്ട് വൈകുന്നേരം 9 മണിയായപ്പോൾ പറയാണ് ഇന്നത്തെ ടൈം കഴിഞ്ഞു പോയി, നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ എടുക്കാമെന്ന്. എന്നെ വിളിച്ചിട്ടില്ല പിന്നെ. അപ്പൊ റീസൺ വേറെ എന്തോ ആണ് അവിടെ, മനസ്സിലായോ? ആ ക്യാരക്ടർ വേറെ അഭിനയിച്ചു. എന്റെ അത്രയും സമയം വേസ്റ്റ്. അതും ആലോചിക്കണം. കോസ്റ്റ്യൂം ഇട്ടു, മേക്കപ്പ് ചെയ്തു, ഷോർട്ട് വേണ്ടി റെഡിയായി നിൽക്കാണ്. എനിക്കറിയുന്ന ഒരു ചേട്ടനുണ്ട്, പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. പുള്ളി ഇങ്ങനെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളല്ല. പുള്ളിക്ക് ഭയങ്കര അഭിനയിക്കണം, ഭയങ്കരമായിട്ട് കവിത എഴുതും, ഇതൊക്കെ ഭയങ്കര സ്കില്ലാണ്. സ്ക്രിപ്റ്റ് എഴുതും, പുള്ളിയുടെ സ്ക്രിപ്റ്റൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ പുള്ളി ഒരു 2-3 ഓഡീഷന് പോയി. അതിലൊരു ഓഡീഷനിൽ കൂട്ടുകാരൻ്റെ ഹീറോയുടെ കൂട്ടുകാരനായിട്ട് സെലക്ട് ആയിട്ട് പുള്ളിക്കാരനെല്ലാം സെറ്റായി. പുള്ളിക്കാരനെ മറ്റേ സ്ക്രീനിങ് ടെസ്റ്റ് അതൊക്കെ ഇല്ലേ, സാധനങ്ങളൊക്കെ എടുത്ത് പുള്ളി സെറ്റായിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരാഴ്ചക്കകത്ത് വിളിക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ച അനക്കമില്ലാത്ത വിളിച്ച് വെച്ചപ്പോഴത്തേനും പടം ഓണായില്ലടാ, ഓണാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോഴത്തേനും എടാ നീ ഓണായി, പക്ഷേ പ്രൊഡ്യൂസറിൻ്റെ ഒരു ഫ്രണ്ട് ഇതിനകത്തോട്ട് അഭിനയിക്കുന്നുണ്ട്, സോ അവൻ പുള്ളിക്ക് ഒരു ചെറിയ എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ എമൗണ്ട് ഇട്ട ആ റോള് നിനക്ക്. അങ്ങനെ അതിനുള്ള നിവൃത്തിയില്ല അങ്ങനെ. പക്ഷെ അത്രയും സ്കില്ലുള്ള മറ്റേ എക്സ്പോസ് ആകത്തൊരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങേരുടെ വരികളൊക്കെ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ വേറെ എഴുതുന്ന സാധനങ്ങളില്ലേ, അമാതിരി വരികൾ. ഞാൻ അങ്ങനെ ഒരു കവിത നിങ്ങൾക്ക് അയച്ചു തരാം. പക്ഷെ കഴിവുണ്ട്, കയറി വരാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ഫേസ് വാല്യൂ ഉണ്ട്, എന്നിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന വളരെ മോശം വേയിലുണ്ടാണ് ആ പ്രശ്നം. ഈ പറഞ്ഞ ലേഡീസുമായിട്ടുള്ള ഞാൻ ഫസ്റ്റ് പറഞ്ഞെന്ന് പറയാം, ഈ അലനുമായിട്ടുള്ള കമ്പനി വിട്, അവനെ വിട്ടാൽ തന്നെ നിങ്ങൾ പകുതി രക്ഷപ്പെടും. അത് പറ്റത്തില്ല. കാരണം ജീവിക്കണമല്ലോ, വരുമാനം അവനാണ്, വിടാൻ പറ്റത്തില്ല. എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല, എനിക്ക് വിയർപ്പിന്റെ അസുഖമുണ്ട്. അവൻ മറ്റേ പ്രൊമോഷൻ അവിടെ പോയിട്ട് കൊണ്ടുവരുന്ന പൈസയാണ് ഞാൻ ജീവിക്കുന്നത്. ഈ വീഡിയോ എയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചീത്ത വിളിക്കണമെങ്കിൽ ഇദ്ദേഹത്തെ ചീത്ത വിളിക്കുക. ഞാൻ ഇതിനകത്തൊന്നും മൊത്തം സംസാരിച്ച ഞാനാണെങ്കിലും. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് അഭിലാഷ് ആട്ടായത്തിന്റെ. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചെയ്യും. നേരെ മാസ്റ്റർമൈൻഡ് മനുവിൽ പോയി കഴിഞ്ഞാൽ എന്നും കാണാൻ പറ്റും. പിന്നെ മനു ഞാൻ ഒരുമിച്ച് ചിലപ്പോൾ വല്ലപ്പോഴും ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഈ ചാനലിൽ എനിക്കൊന്നും ഇത്ര ഫണ്ട് താനൊന്നും അധികം വരാറില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ മാസ്റ്റർമൈൻഡ് മനു സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഡിക്കോഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഹൈപ്പ് മറന്നു പോകരുത്. അപ്പോൾ അതും കൂടെ ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.